ഇന്ന് അച്ഛനെ ഷേവ് ചെയ്യാൻ വേണ്ടി കടയിലോട്ട് കൊണ്ടുപോവുകയാണ്. ശരത്തിൻ്റെ കടയിലാണ് കൊണ്ടുപോകുന്നത്. ഇപ്പം പഴയ സ്ഥലത്ത് നിന്നും ശരത്തിൻ്റെ കട മാറി തൊട്ടപ്പുറത്തോട്ട് ബിൽഡിങ്ങിലോട്ടായി. നേരത്തെ റോഡ് സൈഡിൽ തന്നെയായിരുന്നു. ഇത് റോഡ് സൈഡിലാണ്, പക്ഷേ രണ്ടാമത്തെ നിലയിലാണ്. അപ്പോൾ അച്ഛനെ കൊണ്ടുപോയപ്പോൾ അച്ഛൻ ഇറങ്ങുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. അച്ഛൻ പതുക്കെ സ്റ്റെപ്പെല്ലാം കയറി ഞങ്ങൾ പതുക്കെ കടയിലേക്ക് എത്തി. കുഴപ്പമില്ല, ഒരു കുറച്ച് സ്റ്റെപ്പേ കയറാനുള്ളൂ. ഞാൻ പതുക്കെ അച്ഛൻ തന്നെയാണ് കയറി വന്നത്. പതുക്കെ അകത്ത് കയറി. ഇതാണ് അവൻ്റെ പുതിയ കട. നല്ല വിശാലമായ ഒരു സ്പേസൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. AC ഉണ്ട്, TV ഉണ്ട്. അതുപോലെ അച്ഛനെ ഒരു മടക്കാനായി ഒരു തുണിയെടുത്ത് കൊടുത്തു. ഇനി അച്ഛൻ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പതുക്കെ ഷേവിൻ്റെ പരിപാടി തുടങ്ങും. എല്ലാ പ്രാവശ്യം ഇവിടെ അച്ഛനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അച്ഛൻ അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടെങ്കിൽ ഇരുത്തോളൂ. അങ്ങനെ ഷേവിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കട നമ്മുടെ മാവലി സ്റ്റോറിൻ്റെയും റേഷൻ കടയുടെയൊക്കെ ഓപ്പോസിറ്റായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറി ഒക്ടം ലാബിൻ്റെയൊക്കെ അമ്മൂൾ ഭാഗത്താണ് ഇപ്പോൾ ഈ കട. രണ്ടാമത്തെ നിലയിലാണ്. നമ്മുടെ ആ റോഡ് ചിരട്ടക്കോണ തൊട്ട് ആ വളയുന്നതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ കട. ശരത്തിൻ്റെയാണ്. ഇപ്പം ഒരു 10-20 ദിവസങ്ങളുമായിട്ട് സ്റ്റൈൽ മീ എന്നാണ് ഈ ജെൻ സലൂണിൻ്റെ പേര്. അപ്പോൾ അച്ഛൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഷേവ് ചെയ്തതിന് ശേഷം അച്ഛൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടണം. അച്ഛൻ ഇപ്പോഴും ആ കയ്യിൽ അതൊക്കെ വെച്ചിട്ടുണ്ട്. അച്ഛൻ കണ്ണൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഷേവ് ചെയ്ത് മുടി വെട്ടി കുട്ടപ്പനായി. ഇനി ഞങ്ങൾ നേരെ താഴേക്ക് പോവുകയാണ്. വണ്ടിയിൽ കയറാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അച്ഛൻ വണ്ടിയിൽ കയറാൻ തയ്യാറായില്ല. പിന്നെ പതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൈസായിട്ട് അതൊക്കെ അച്ഛനെ വണ്ടിയിലേക്ക് കയറ്റി. അവിടുന്ന് നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛന് വീട്ടിൽ പോലെ മണിയമ്മയുടെ കടയിൽ നിന്നുള്ള ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചായ കുടിക്കാനായി വെട്ടിക്കവല ജംഗ്ഷനിലേക്ക് പോയി. എന്ത് ഫൈൻ? അച്ഛന് ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടം. മണിയമ്മയുടെ കടയിലെ ചായ നല്ല എങ്ങനെയുണ്ട്? ചായ കൊള്ളാം? എങ്ങനെയുണ്ട്? കുടിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഫൈൻ, ഓക്കെ. ചായ കുടിച്ചതിന് ശേഷം നേരെ ചെങ്ങമ്മനാട് ഷിമേറിൻ്റെ മീൻകടയിലേക്ക് പോയി. അവിടെ പോയി ഒരു 1/2 കിലോ കിളിവരണ്ട മീൻ മേടിച്ചു വറക്കാനായിട്ട്. അവിടെ നിന്ന് നേരെ വീട്ടിലെത്തി. വീട്ടിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ അച്ഛന് കുറച്ച് പാടായിരുന്നു. അപ്പോൾ അതൊക്കെ നൈസായിട്ട് ഇറക്കി. അപ്പോൾ മീൻ വറുത്തത് ഇന്നലത്തെ നെത്തോലി കറി, അതുപോലെ തന്നെ ഒരു പയറിന് മെഴുക്ക് വരട്ടി, പയർ തോരൻ, പിന്നെ മാങ്ങയും മോരും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടെ ചതച്ച് മിക്സിയിലിട്ട് അടിച്ചൊരു മോരും വെള്ളം കൊടുത്തു അച്ഛന്. അച്ഛനത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അച്ഛനെ കുളിപ്പിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഇനി ഉച്ചയ്ക്ക് ഭക്ഷണമായിട്ടുള്ള പരിപാടിയാണ്. ചോറ്, നെത്തോലി കറി, മീൻ വറുത്തത്, പയർ തോരൻ. ഇതാണ്. ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ല. ഇപ്പോൾ അച്ഛൻ കഴിച്ചാൽ മതി. ഞങ്ങളിന്ന് ഷേവൊക്കെ ചെയ്ത് മുടി വെട്ടി വന്ന് കുളിച്ചു കുട്ടപ്പനായി ഡ്രസ്സൊക്കെ മാറി ചോറ് കഴിക്കും. ഞങ്ങൾ ചെങ്ങനാട്ട് പോയിട്ട് കിളിവരണ്ട എന്ന് പറയുന്ന മീൻ അത് 1/2 കിലോ മേടിച്ചു. 1/2 കിലോയ്ക്ക് 110 രൂപയുള്ളൂ. 110, 120, 120 രൂപ. 1/2 കിലോ മതിയായിരുന്നു. ഒരു നെത്തോലി ഉണ്ടായിരുന്നു ഇന്നലെ വെച്ചതിൻ്റെ. അതുകൊണ്ട് കിളിവരണ്ട മാത്രം ഒഴിച്ച് പറഞ്ഞു. പിന്നെ പയറുണ്ടായിരുന്നു. പയറെല്ലാം കൂടെ നിങ്ങളെടുത്ത് കഴിച്ചോ. മീൻ കൂടെ എടുത്ത് കഴിക്കണം സാറേ. ഇവിടെ മീൻ കൂടെ എടുത്ത് കഴിക്കണം. മീൻ കഴിക്കണം. മീൻ 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 ഇത്തിരി പെട്ടെന്ന് ഒന്ന് ഷേവ് ചെയ്യാൻ കറക്റ്റ് ഈ ചോറാണ്. ഇന്നും മഴയൊന്നും പെയ്യില്ല, ചൂടാണ്. അതിനകത്ത്
അതൊന്നും പറ്റില്ല. ഇത് കൊണ്ടുവന്നാൽ അത് നമ്മൾ ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല. അതിന് പൈസ ഇല്ലാതെ പറയണം. കയറ് മൊത്തം കഴിച്ചിട്ട് അതെ മൊത്തം കഴിക്കണം കേട്ടോ. ഓക്കെ കഴിക്കൂ. ഓക്കെ 3 എണ്ണമല്ല, ചോറ് മൊത്തം കഴിക്കണം കേട്ടോ. ഉറപ്പല്ലേ? ഓക്കെ. അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കലത്തെ ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അച്ഛൻ കഴിക്കാം കേട്ടോ. ഓക്കെ 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 മൊത്തം കഴിക്കണം കേട്ടോ. ചോറും വറുത്ത മീനും തൊലിക്കറിയും പിന്നെ തോരനും പയറിൻ്റെ മൊത്തം കഴിക്കാം കേട്ടോ അച്ഛാ. ഓക്കെ ഓക്കെ يولي